അപ്പോൾ ഈ ചൊൽക്കെട്ട് കമ്പോസ് പുതിയതായിട്ട് ആരും ഞങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാറില്ല, കമ്പോസ് ചെയ്യാറില്ല. ഈ ഗണപതി സ്തുതി, ദേവീസ്തുതികളൊക്കെ എടുത്തിട്ട് അങ്ങനെ കമ്പോസ് ചെയ്യും. പുതിയത് ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമ്മളൊരു സ്റ്റേജിലേ ഒരു ഒന്നും ഡാൻസും പാട്ടൊന്നും പഠിക്കാത്ത ഒരാൾ എന്ന് വിചാരിക്കുക. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നല്ല പാട്ടാട്ടോ എന്ന് പറയും. നല്ല പാട്ട്, നല്ല പാട്ടല്ല അത്, നല്ല രാഗം. ആ രാഗ സെലക്ഷനാണ് അവിടെ മാർക്ക്. ഇപ്പോൾ കാമ്പോജി, ശങ്കരാഭരണം, തോടി, ഗരി സനി ധനി രി നി ധ മ ഗ മ ധ മ ഗരി സരി ഗ മ ധ നി സ നി കരി നി രി നി ധ മ ധ നി സ നി ധ പ മ ഗരി സ രി ഗ മ ധ നി ഗരി സ എന്ന് പാടുമ്പോൾ തോടിയായി. ഇതിങ്ങനെ നമ്മൾ ഈ രാഗം വന്ന് ചലച്ചിത്രഗാനത്തിൽ സിനിമാ പാട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. വരുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് തേക്കില്ല അത്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ചില രാഗങ്ങളുണ്ട്. ആ കേൾക്കുന്ന ആസ്വദിക്കുന്ന ആൾക്കാർ രാഗത്തിനെ കുറിച്ച് അറിയൊന്നുമില്ല. പറയുമ്പോൾ എന്താ പറയുക അറിയോ? നല്ല പാട്ട് എന്ന് പറഞ്ഞ പോലെ നല്ല സെലക്ഷൻ, രാഗ സെലക്ഷൻ വേണം, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് എടുക്കുമ്പോൾ. ഭജമാനസ വിഘ്നേശ്വര മനീഷം ഭജമാനസ വിഘ്നേശ്വര മനീഷം ഭജപൂർവാത്മ, അങ്ങനെ പാട്ട് പോകും. ഇതും ഇഷ്ടപ്പെടും ആൾക്കാർക്ക് ഈ സാഹിത്യമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ടീച്ചർമാർ കമ്പോസ് ചെയ്ത് നല്ല നല്ല പ്രോഗ്രാം അമ്പലക്ഷേത്രങ്ങളിലൊക്കെ കളിക്കാം. നല്ല നല്ല ഐറ്റംസ് കമ്പോസ് ചെയ്യാം. ഇതാണ് ചൊൽക്കെട്ട് ഭാഗത്തേക്ക് വരുന്ന ഇത്. പിന്നെ ജതിസ്വരം വന്നിട്ട് മോഹിനിയാട്ടത്തിൽ ജതിസ്വരമുണ്ട്, കുച്ചിപ്പുടിയിലും ജതിസ്വരമുണ്ട്, ഭരതനാട്യത്തിലും ജതിസ്വരമുണ്ട്. മോഹിനിയാട്ടത്തിൽ ജതിസ്വരം വരുമ്പോൾ വളരെ ഇങ്ങനെ സ്ലോ ആയിട്ട്, അതായത് വലിച്ച്, ഞങ്ങളെ തിയറിയിൽ പറയുമ്പോൾ വലിച്ച് പാടുക എന്ന് പറയും. സ്ലോ ആയിട്ട് പാടുമെന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് വാക്കല്ലേ സ്ലോ, അതല്ല. കളരികളിൽ ടീച്ചർമാർ പറയുമ്പോൾ പറഞ്ഞറിയും, നിങ്ങൾ വലിച്ചു പാടൂ, കുറച്ചും കൂടെ വലിച്ചു പാടൂ എന്ന് പറയും. മഗരിസ നീദപ ദസരി സ റീഗമ ഉണ്ടാ, ഇങ്ങനെ വലിച്ചു പാടും. മഗരിസ നീദപ ദസരി സ റീഗ. അപ്പോൾ ഭരതനാട്യത്തിന് കളിക്കാം ഈ സ്പീഡ്. ഞാൻ നേരത്തെ പാടിയതേ മോഹിനിയാട്ടത്തിന് പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ലോ വരുന്നതനുസരിച്ചാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത്. അവർക്ക് ഇപ്പോഴത്തെ അടിച്ചു പൊളിച്ച് പാടുന്ന പാട്ടുകളല്ലേ. സിനിമാ പാട്ടാണെങ്കിലും അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം. അടിച്ചു പൊളിച്ച് പാടുന്ന പാട്ടുകളാണ് ഇഷ്ടം എല്ലാവർക്കും. എന്നാൽ നമ്മുടെ പഴയ ആൾക്കാർക്കെല്ലാം കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിഭകളെ മറക്കൂ നിങ്ങളി. ഈ പാട്ട് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ പാട്ടിൻ്റെ വഴി അങ്ങനെയാണ്. ഇന്ന് അങ്ങനത്തെ പാട്ടുകളില്ലല്ലോ. നമ്മുടെ ബാബുവൊക്കെ നല്ല അടിപൊളി പാട്ടുകൾ സെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ മരിച്ചു പോയില്ലേ. അപ്പോൾ ഇത് രാഗ സെലക്ഷനാണ് മെയിനായിട്ട് അതിൻ്റെയൊക്കെ. അതേപോലെയാണ് ജതിസ്വരം നമ്മൾ കമ്പോസ് ചെയ്യുമ്പോഴും. ജതിസ്വരത്തിന് പ്രത്യേകം സുഖിപ്പിക്കുന്ന രാഗം എന്നല്ല, കുറച്ചുകൂടെ ഗാംഭീര്യമുള്ള രാഗങ്ങൾ ജതിസ്വരം കളിക്കുന്നതുകൊണ്ട് വിരോധമല്ല. കാര്യം എന്താ അറിയോ? അതിനകത്ത് അഭിനയ സാധ്യതകൾ കുറവാണ് ജതിസ്വരത്തിൽ. ശൃംഗാരം, ഭക്തി വേണമെങ്കിൽ ഭക്തി നമ്മൾ ഏത് ഭാവത്തിൻ്റെ കൂടി ഭക്തി വരാം, കുഴപ്പമില്ല. പക്ഷേ ചിരിച്ച് കളിക്കുക എന്ന് പറയുമ്പോൾ ശൃംഗാരം എന്ന് പറയും. കുട്ടികളോട് നമ്മൾ ശൃംഗാരിച്ച് കളിക്കൂ, ശൃംഗാരം മാത്രട്ടെ എന്നൊന്നും പറയില്ല ക്ലാസ്സിൽ. മോള് ചിരിച്ച് കളിച്ചേ, മോള് നല്ലപോലെ ചിരിച്ച് കളിച്ചേന്ന് നമ്മൾ പറയുള്ളൂ. ശൃംഗാരം വരട്ടെ എന്ന് പറയില്ല. ശൃംഗാരം എന്ന് പറയുമ്പോൾ അത് തിയറിയിലത്തെ വാക്കായി. ശൃംഗാരം, വീര്യം, കരുണ, ഹാസ്യം, അത്ഭുതം, ഭയാനകം, ബീഭത്സ, രൗദ്രം, ശാന്തം. ഇതെല്ലാം നൃത്തത്തിലേക്ക് വേണ്ട ഭാവങ്ങളുടെ പേര്. പക്ഷെ ക്ലാസ്സിൽ നമ്മൾ പിന്നെ ചിരിച്ചു കളിക്കൂ എന്നല്ലേ പറയുള്ളൂ. പിന്നെ ശൃംഗാര വീര്യം എന്ന് പറയുമ്പോൾ അതിന് വീര്യം കുറച്ച്
ടീച്ചറെ വീര്യം കാണിക്കാൻ അറിഞ്ഞുകൂടാ, ഒരു കുട്ടി എന്നോട് പറയണം. വീര്യം ഞാൻ കാണിച്ചു കൊടുത്തു. വീര്യം എന്ന് പറയാൻ പുരികം മുകളിലോട്ട് വലിച്ചു പിടിക്കണം, കണ്ണ് മിഴിക്കണം, എന്നിട്ടാണ് വീര്യം കാണിക്കുന്നത്. ആ വീര്യത്തിൽ വരുന്ന 2 കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ടെ എന്ന് ഞാൻ കൊച്ചിനോട് ചോദിച്ചു. ഇങ്ങനെ വലിയ ഒരു ഏറ്റവും വലുതെന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സാധനം എന്ന് പറ, അതും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ആന, വീരരസമാണ് ആനയ്ക്ക്. ഒരു രാജാവ് വീരരസമാണ്. അപ്പം രാജാവും ആനയും ഇതൊക്കെ നമ്മൾ കാണിച്ചു. ആനയ്ക്കൊക്കെ വീരരസമാണ് ശരിക്ക്, അതിൻ്റെ കൂടെ ഒരു ശൃംഗാരം വരും. അല്ലാണ്ട് ആനേനെ കാണിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണൊക്കെ പിടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതെന്താ പറയുക, മതം പൊട്ടി നടക്കുന്ന ആനേനെ കാണിക്കുന്നത്. ആന അങ്ങനെയാണ്. ആന ഏറ്റവും സാത്വികത്വമുള്ളൊരു സാധനമാണ്. ആനയ്ക്ക് മതം ഇളകും, അത് വേറെ കാര്യം. എല്ലാവർക്കും ദേഷ്യം വരില്ലേ മനുഷ്യന്.